നമുക്കിന്നൊരു പനീർ മട്ടർ മസാല വെക്കാം. മട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചപ്പട്ടാണി, അതും പനീർ വിട്ടിട്ട് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലത്. സിമ്പിൾ കറി പെട്ടെന്നുണ്ടാക്കാം. ഒത്തിരി ഒന്നും വലിയ അങ്ങ് എഫേർട്ട് എടുക്കാതെ പെട്ടെന്നുണ്ടാക്കാം. പനീർ വാങ്ങിച്ച് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കാം, പെട്ടെന്നുണ്ടാക്കാം, നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാം. താങ്ക് യു. ഞാനിതിനൊരു മസാല ഉണ്ടാക്കാൻ പോകും. ആദ്യമേ അതിനരപ്പെല്ലാം കൂടെ ഒരു മസാല പെട്ടെന്ന് നമുക്കുണ്ടാക്കാം. ഒരു 2 നല്ല മീഡിയം തക്കാളി, മീഡിയം അല്ല ഇച്ചിരി വലിയ നല്ല 2 തക്കാളി, അത് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് അരിഞ്ഞിടുക. അങ്ങ് ചെറുതായിട്ടൊന്നും അരിയണ്ട, അരയ്ക്കാൻ വേണ്ടിയാണ്. 2 തക്കാളി അരിഞ്ഞിട്ടു. കുറച്ച് ക്യാഷു, ഒരു 10 ക്യാഷു, 10 ഇല്ല, ഒരു 8 ക്യാഷു ഞാൻ ഒരു അരമണിക്കൂർ പുതുക്കാൻ വെച്ച അത് ഒഴിച്ചു. കുറച്ച് പെരിഞ്ജീരകം ഇട്ടു. കുറച്ച് പൊടികളൂടെ നമുക്കിടാം. കാശ്മീരി മുളക് പൊടിയാണ്, ഒരു ചെറിയ സ്പൂണ് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. ഒരു സ്പൂണ് 2 സ്പൂൺ ചെറിയ സ്പൂൺ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത് ഇട്ടേച്ച് നമുക്ക് ആ വെള്ളമുണ്ട്, ഇച്ചിരി ഗരം മസാല ഇടുക. ആ ക്യാഷ്യൂ കുതിർത്ത വെള്ളമുണ്ട്, ആ വെള്ളം മതി. ആ വെള്ളം കൂടെ നമുക്കിതൊന്ന് അരയ്ക്കാം. അതുകൊണ്ട് നല്ലതായിട്ട് ഗ്രേവി ആയിട്ട് ഇത് അരഞ്ഞ് വന്നു. അരപ്പ് നമുക്ക് അങ്ങനെ വെക്കാം. എന്നിട്ട് വഴട്ടാനുള്ളത് എടുക്കാം. ഒരു 3 സവാള, ഒരു വലിയ 3 സവാള, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ആ ചോപ്പറിലോട്ടിട്ട് ഒന്ന് കറക്കിയാൽ അത് ചോപ്പ് ചെയ്യും. ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിയണം, അതിനാണ് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത്. അത് അതിനകത്തോട്ടിട്ട് ഒന്ന് കറക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരും. ഈ ചോപ്പർ നല്ല സൂപ്പർ ചോപ്പറാണ്, നല്ലതാണ്. ബിരിയാണിക്കും ഇതിനൊക്കെ ഉള്ളി അരിയാൻ നല്ലതാണ്. അത് ചോപ്പ് ചെയ്തെടുത്തുകൊണ്ട് വന്നു. അതും അവിടെ നമുക്ക് വെക്കാം. ഈ പനീർ, ഇത് മിൽക്കി മിസ്റ്റിൻ്റെ പനീർ, ഇത് ക്യൂബ്സാണ് ഞാൻ വാങ്ങിച്ചത്. ക്യൂബ്സാണ്, നമുക്കതുകൊണ്ട് കട്ട് ചെയ്യേണ്ട. ചെറുതായിട്ട് കട്ട് ചെയ്ത പനീറാണ്. ആ പനീർ എടുത്തിട്ട് അതിനെ നമുക്കൊന്ന് വഴട്ടാം. ഒരു പാത്രം വെച്ചു. ഇതൊരു ശകലം ഇച്ചിരി ബട്ടർ ഇല്ലെങ്കിൽ എണ്ണയായാലും മതി. ഞാനൊരു ശകലം ബട്ടർ ഇട്ടു. ആ ബട്ടർ ഇട്ടിട്ട് ഒരു ശകലം അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ, പനീർ മെൽറ്റാകുമ്പോൾ ഒരു ഇച്ചിരി മുളക് പൊടി, ആ കാശ്മീരി മുളക് പൊടി, ഒരു കളറിന്, അത് ഇരിക്കുന്നൊരു കളറിന് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മതി. ഒരു ശകലം ഉപ്പ് ഇട്ട് ആ ബട്ടറിനകത്ത് ഒന്ന് മിക്സായിട്ട് നമുക്ക് ഈ പനീറിനെ ഇത് ഓൾറെഡി ക്യൂബ്സാണ് കട്ട് ചെയ്ത്, ആ പനീറിനെ അതിനകത്തോട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന്, ഒത്തിരി ഒന്നും വേണ്ട, കുക്ക് ചെയ്യേണ്ട, ഒന്ന് റോസ്റ്റ് ചെയ്ത് അതൊന്ന് നല്ല ഇങ്ങനെ എടുക്കുക. ആ മുളകും ഒക്കെ അതായത് പിടിച്ച കളർന്ന് പിടിച്ച് അതിങ്ങനെ കോരിയെടുക്കാം. അപ്പോൾ ഇതിനി ഉടയത്തുമില്ല, എളുപ്പം വേകുകയും ചെയ്യും. നല്ലതായിട്ട് അങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഒന്ന് വറുത്തിട്ടെടുത്താൽ അതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ആ പാത്രം തന്നെ വെക്കാം. അത് തന്നെ വെച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയല്ല കേട്ടോ, ഇതിന് സൺഫ്ലവറോ അങ്ങനെയൊക്കെയുള്ളത് വേണം. നോർത്ത് ഇന്ത്യൻ കറിയുണ്ട്, വെളിച്ചെണ്ണയല്ല. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഉള്ളിയെ വഴട്ടാം. ഈ ഉള്ളി ചോപ്പ് ചെയ്തതിനെ അത് ഇച്ചിരി ജീരകം കിട്ടും, ശകലം ജീരകം. ഇതിനച്ചിരി കസ്തൂരി മേത്തിയാണ് നല്ലത്, എൻ്റെ അടുത്ത് അതില്ല. എന്നിട്ട് ഒരു പട്ടയും ഗ്രാമ്പൂ ഏലക്കായും, ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ 2 ഏലക്ക, അതുകൊണ്ടിട്ട് വഴട്ടാം. ഈ എണ്ണയ്ക്കകത്ത് വഴട്ടിയിട്ട് നമുക്ക് ഉള്ളി അതിനകത്തിടാം. ഈ ഉള്ളി ചോപ്പ് ചെയ്തതിനെ അതിനകത്തിട്ട് നല്ല ഇളക്കിക്കൊണ്ടിട്ട് ഉള്ളി നല്ല ബ്രൗണായി വേകണം. ഉള്ളി ഇച്ചിരി മൂത്ത് കഴിയുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞാലും മതി. ഇത് പേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ പേസ്റ്റ് അങ്ങ് ഇട്ടു. ആ പേസ്റ്റ് വിട്ട് നല്ലതായിട്ട് ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഉള്ളി മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ അരച്ച മസാലയില്ല, തക്കാളിയെല്ലാം കൂടെ അരച്ച ആ മസാല ഇട്ട് അത് നല്ലതായിട്ട് വേകണം. നല്ലതായിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ല ബോയിലായി എണ്ണ തെളിയണം. ഇച്ചിരി തൈര് കൂടെ, ഒരു നല്ല കട്ട തൈര്, ഒരു 2.5 സ്പൂൺ കട്ട തൈര് അതിലൊഴിച്ചിട്ട് ഈ മസാലയ്ക്കകത്ത് കിടന്ന് മസാല നല്ലതായിട്ട് എണ്ണയ്ക്കകത്ത് നല്ലതായിട്ട് വേകണം. തീ കുറച്ച് വെക്കുക. ഇപ്പോൾ തീ ഞാൻ കുറച്ച് വെച്ച് സിമ്മേ വെച്ചിട്ട് അതൊരു 5-6-7 മിനിറ്റ് നല്ലതായിട്ട് തീ സിമ്മേ വെച്ചേക്കുക. നല്ലതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരണം.
ഒന്ന് ഇളക്കി, അടിയിലൊന്നും പിടിക്കത്തില്ല. എന്നിട്ട് ആ മിക്സി ജാറിൻ്റെ കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് അതും ഒന്ന് വെന്ത് വരണം, നല്ലതായിട്ടൊന്ന് കുക്കാവണം. കുറച്ച് നേരം അടച്ച് വെച്ചേക്കാം. അത് നല്ലതായിട്ടാകുമ്പോൾ നമ്മുടെ ഗ്രീൻ പീസ്, കുറച്ച് ഉപ്പിടാം നമുക്ക്. കുറച്ച് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിടാം, പിന്നെ വേണമെങ്കിൽ ഉപ്പിടാം. അത് നല്ലതായിട്ടായിട്ട് നമ്മുടെ ഗ്രീൻ പീസ്, ഞാനിത് പച്ചപ്പട്ടാണിയാണ് വാങ്ങിക്കുന്ന, പച്ചപ്പട്ടാണി പൊളിച്ചെടുക്കുന്നത്. അത് കഴുകി അതങ്ങനെ വെച്ചേക്കുക. ഇച്ചിരി ഒന്ന് കഴുകി ശകല നേരം ഒന്ന് കുതിർത്ത് വെച്ചാൽ കുതിർത്തിട്ട് ആ പച്ചപ്പട്ടാണി അപ്പോൾ എളുപ്പം വേകും. ഫ്രോസണല്ല, പച്ചപ്പട്ടാണി, വാങ്ങിക്കുന്ന പട്ടാണി. അതൊന്ന് നല്ലതായിട്ട് ആ പട്ടാണി ഒന്ന് വെന്ത് വരും. ഒരു 3-4 മിനിറ്റ് അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വറുത്ത പനീറിനെ അതിനകത്തോട്ടിടാം. ഇതിന് കസ്തൂരി മേത്തി വേണം. കസ്തൂരി മേത്തി എൻ്റെ അടുത്തില്ല, അതതിൻ്റെ ടേസ്റ്റ് മേക്കറാണ് കസ്തൂരി മേത്തി. അത് ഉണ്ടായിരുന്നത് തീർന്നു പോയതില്ല. പൊന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുവരുന്നതില്ല. അത് വെച്ച് ഒരു ഇനി അത് അധികം കുക്ക് ചെയ്യണ്ട. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില മേലെ ഇടണം. മല്ലിയില ഇനി വാങ്ങിച്ചില്ലെങ്കിൽ അടുത്ത കടയിൽ പോയി മല്ലിയില വാങ്ങിക്കണം. ഇച്ചിരി മല്ലിയില വാങ്ങിച്ച് മേലെ ചെറുതായിട്ട് നല്ല കറിയെ പെട്ടെന്നാകും. സൂപ്പറായിട്ടുണ്ട്.